എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദിവസം നമ്മുടെ പെയിന്റും കളറും അതൊക്കെ തീർന്നു പോയെന്ന് വെച്ചാൽ എങ്ങനെയപ്പോൾ എൻ്റെ പെയിന്റിങ്സിന് അടിപൊളി കളേഴ്സ് അതിന് പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് കളേഴ്സ് അങ്ങോട്ട് കൊടുക്കുക. എൻ്റെ ഡ്രോയിങ് ഇപ്പോൾ കളർ ചെയ്തെന്ന് വെച്ചാൽ മോശമെന്ന് വെച്ചാൽ പഴയ പോലെ തന്നെ തിരിച്ചെടുക്കാൻ എനിക്കിപ്പോൾ എന്താ വഴി? നമ്മുടെ ഡ്രോയിങ്ങിന് അടിപൊളി കളേഴ്സ് കൊടുക്കുക, നമ്മുടെ കയ്യിലില്ലാത്ത കളേഴ്സും ഉള്ള കളേഴ്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സൂപ്പർ കളർ കൊടുക്കുക, അതും നമ്മുടെ ഫോൺ ഉപയോഗിച്ച്. റിയലി ജസ്റ്റ് ഗെറ്റ് യു ബാക്ക് ആഫ്റ്റർ ദിസ് ഇൻട്രോ. ഹേയ്, അപ്പോൾ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അപ്പോൾ ഡ്രോയിങ്ങിന് കളർ കൊടുക്കുക? ശരിക്കും ഫോൺ ഉപയോഗിച്ച് ഡ്രോയിങ്ങിന് കളർ കൊടുക്കാനോ? അങ്ങനെയല്ല. ഗൂഗിൾ പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുറേ അടിപൊളി ആപ്സ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആപ്പാണ് അഡോബ് സ്കെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. ഈ അഡോബ് സ്കെച്ച് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴത്തേനും പറയുന്നത് ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ല, എനിക്ക് ആ ആപ്പ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ ചെന്നിട്ട് ചുമ്മാ അഡോബ് സ്കെച്ച് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ആ ആപ്പ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഇടാം. എന്നിട്ട് ആ ടൈമിൽ നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് പോകും. ഡ്രോയിങ് എന്ന് പറയുന്നത് ചുമ്മാ നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ വരച്ചാൽ, നിങ്ങൾ എന്താ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ വരച്ചാൽ മതി. നമ്മുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള വൈറ്റ് പേപ്പറോ നമ്മൾ മേടിച്ച സ്കെച്ച് ബുക്കോ വില കൂടിയ സാധനങ്ങളിലോ ഉള്ള പേപ്പർ ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു പേപ്പർ, പീസ് ഓഫ് പേപ്പറിൽ വരച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ വരയ്ക്കുന്നത് എൻ്റെ സ്കെച്ച് ബുക്കിനകത്താണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു റാൻഡം സ്കെച്ച് ബുക്കാണ്. അതിനകത്ത് ഞാൻ ചുമ്മാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്കെച്ച് ബുക്ക് മാത്രമാണത്. സോ അതിനകത്ത് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഐ കൂടെ വരയ്ക്കുന്നുണ്ട്, പിന്നെ കാർട്ടൂൺ ആയിട്ടുള്ളൊരു വോൾഫ്, രണ്ടും പാടെ വരയ്ക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവില്ലേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, ഐ എം ഡൺ വിത്ത് ദ ഡ്രോയിങ്. ഇനിയുള്ള സ്റ്റെപ്പ്, ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ലൈക്ക് നമ്മൾ ഇപ്പോൾ വരച്ച ഈ പിക്ചറിന് ചുറ്റും ഉള്ള ആ ബോർഡറിനകത്ത് മാർക്കർ യൂസ് ചെയ്തിട്ട്, ഇല്ല വെച്ച് ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ഔട്ട്ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങളുടെ പിക്ചറിന് സ്പോയിൽ ചെയ്യും, ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷനില്ല, നിങ്ങൾക്ക് ഇത് വരയ്ക്കണം എന്നില്ല, ഈ ഔട്ട്ലൈൻ വരയ്ക്കണം എന്നില്ല. ലൈക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു കാർട്ടൂൺ പിക്ചറാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഔട്ട്ലൈൻ വരച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കളർ ചെയ്യുമ്പോൾ. ഓക്കെ, നിങ്ങളിപ്പോൾ റിയലിസ്റ്റിക്കാന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം, നേരെ വേറെ സ്റ്റെപ്പിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഇത് കാർട്ടൂൺ വരയ്ക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ പറയുന്നതാണ്. റിയലിസ്റ്റിക് ഇമേജാണ് നിങ്ങൾ വരച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരാളുടെ ഫേസ്, ഒരു ഹ്യൂമൻ ബോഡി റിയലായിട്ട് കാണുന്ന ഒരു ഇമേജാന്ന് വെച്ചാൽ അത് വരയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് കാർട്ടൂണായിട്ട് ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ സ്റ്റെപ്പ്. ഓക്കെ, ഇത് വരച്ച ശേഷം നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു പ്ലെയിൻ ആയിട്ടുള്ള സർഫേസിനകത്ത് ഈ ഫോട്ടോ എടുത്ത് വെക്കുക, നമ്മൾ വരച്ചിട്ടുള്ള ഡ്രോയിങ് എടുത്ത് വെക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് മുകളിൽ നിന്നൊരു ഫോട്ടോ എടുക്കുക. കറക്റ്റായിട്ടുള്ള ഫോട്ടോ എടുത്തെന്ന് വെച്ചാൽ ഈ ക്രോപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെ തെറ്റിപ്പോയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റ് ഡ്രോയിങ് മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അഡോബ് സ്കെച്ച് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണും. ഇതിനകത്ത് ഐപാഡ് എന്നുള്ള സെലക്ട് ചെയ്യുക, ബാക്കിയുള്ള എല്ലാം സൈസാണ്, സൈസ് ഡസൻറ്റ് റിയലി മാറ്റർ, അങ്ങനെയല്ലേ. ആൻഡ് ഐപാഡ് എന്നുള്ള സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ റൈറ്റ് സൈഡിനകത്ത് കുറേ ഓപ്ഷൻസ് ആണ്. അതിന് പ്ലസ് എന്നുള്ളൊരു ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇമേജ് ലെയർ എന്ന് വരും, സ്കെച്ച് ലെയർ എന്ന് വരും. ഇതിനകത്ത് നമുക്ക് ഇമേജ് ലെയറാണ് ആവശ്യം. സോ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. ഗാലറിക്കകത്ത് നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുള്ള ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അഡോബ് സ്കെച്ചിനകത്തേക്ക് ആ ഫോട്ടോ വരും. അപ്പോൾ യു ആർ ഡൺ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലെഫ്റ്റിൽ കാണുന്നതാണ് ബ്രഷസ്, ഏറ്റവും താഴെ കാണുന്നത് ഇറേസർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ബ്രഷിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ തുടങ്ങാം. പിന്നെ ഇവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് വരയ്ക്കുന്നവർക്ക് ജസ്റ്റ് വരച്ചിട്ട് പോകാം. നമുക്ക് ഇതിനകത്ത് നിന്നുള്ള കളർ പിക്ക് ചെയ്ത് ഇഷ്ടംപോലെ കളേഴ്സ് കണ്ടില്ല, ഈ കളേഴ്സിൽ ഏതെങ്കിലുമൊക്കെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ചുമ്മാ അതിന് മേലെ കളർ ചെയ്തിട്ട് അങ്ങനെ പോവാം. നിങ്ങൾ കാർട്ടൂണായിട്ടുള്ളൊരു ഇമേജ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പും കൂടി നോക്കുക. എന്ന് വെച്ചാൽ ഇമേജിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇമേജിനകത്ത് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ അതിൽ ബ്ലെൻഡ് മോഡെന്ന് കാണും. അതിനകത്ത് താഴെ നോർമലിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, മൾട്ടിപ്ലൈയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പിന്നെ ബാക്ക് അടിച്ചിട്ട് പഴയ പോലെ തന്നെ ഹോം പൊസിഷനിലേക്ക് വരിക, എന്നിട്ട് കളർ ചെയ്യാൻ തുടങ്ങാം. ആകെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കളർ ചെയ്യുന്ന സാധനം താഴെ ആയിരിക്കണം, ഇമേജ് ലെയറിന് താഴെ ആയിരിക്കണം സ്കെച്ച് ലെയർ എന്നുള്ള സാധനം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം കളർ ചെയ്യാൻ.
ഇമേജ് ലെയറിന് മുകളിൽ നിന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കളറൊക്കെ ചെയ്യാം, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, അത്രേ ഉള്ളൂ. റിയലിസ്റ്റിക് ആയിട്ടുള്ള കളറിങ് ആണെന്ന് വെച്ചാൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് കളർ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, കാർട്ടൂണായിട്ട് വരയ്ക്കുന്നതിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ വരച്ച് തെറ്റിപ്പോൾ ഇറേസ് ചെയ്യണമെന്ന് വെച്ച് ഇവിടെ ഇറേസറിൻ്റെ ഓപ്ഷൻ ലെഫ്റ്റ് സൈഡ് താഴെയുള്ള ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഇറേസ് ചെയ്ത് മാച്ച് കളയാം. നമ്മുടെ റിയൽ ലൈഫിലുള്ള ഡ്രോയിങ്ങിൽ ഇതൊക്കെ പറ്റുമോ? ഇറേസർ ഇല്ല, അണ്ട് ഓപ്ഷൻ ഇല്ല. അതിൽ മുകളിൽ ലെഫ്റ്റ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളതാണ് അണ്ട് ഓപ്ഷൻ. ഈ അണ്ട് ഓപ്ഷനും നമ്മുടെ റിയൽ ലൈഫിൽ ഇല്ലല്ലോ. ഇതിൻ്റെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോറടിച്ചു ഇല്ല വെച്ചാൽ നമുക്ക് വേറൊരു ആപ്പ് പോയി യൂസ് ചെയ്യണം, വാട്സാപ്പിൽ മെസ്സേജ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇല്ല വെച്ചാൽ ഫോൺ ഒരടെ വെച്ച് നമുക്ക് പിന്നെ വൈകിട്ടോ എപ്പോഴേലും വന്നിട്ട് കളർ ചെയ്യണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ ജസ്റ്റ് ആപ്പ് ക്ലോസ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പോവാം. തിരിച്ച് വരുന്നിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് അവിടെ തന്നെ പിന്നെയും തുടങ്ങും. അടിപൊളിയല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ വോൾഫ് ഫുള്ളി കളർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഐയും കളർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇമേജ് ആണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇരിക്കും, ആൻഡ് കാർട്ടൂണൊക്കെ ആയിട്ടുള്ള ഒരു ഇമേജ് കളർ ചെയ്യാന്ന് വെച്ചാൽ അതിങ്ങനെ ഇരിക്കും. സോ രണ്ടും തമ്മിലൊരു മനസ്സിലായില്ല നിങ്ങൾക്ക് വാട്ട് ഐ മീൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ സേവ് ചെയ്യണമെന്ന് വെച്ചാൽ മുകളിൽ സെറ്റിംഗ്സിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ അതിനകത്ത് ഷെയർ അതിൻ്റെ താഴെ ഇമേജ് എന്ന് കാണും. ആ ഇമേജിൽ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ സേവ് ഇമേജ് എന്ന് കാണും. ഓരോ ഫോണിനകത്ത് ഓരോ ഓപ്ഷൻസാണ് സേവ് ചെയ്യാൻ, ഏകദേശം ഇൻ്റർഫേസ് എല്ലാം സെയിം ആയിരിക്കും. സോ ആ സേവ് ഇമേജിൽ ക്ലിക്ക് കൊടുത്തെന്ന് വെച്ചാൽ എൻ്റെ ഗാലറിയിലേക്ക് ആ ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് സേവ്ഡ്. സോ നമ്മുടെ ഫോട്ടോ കളറിങ് കഴിഞ്ഞു, സേവിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ജസ്റ്റ് നമ്മൾ ഡ്രോ ചെയ്ത ഫോട്ടോ ഈ ഫോട്ടോ നമ്മൾ അടുത്ത് വെച്ച് നോക്കുക. ഓഹോ, സോ യു ക്യാൻ സീ എ ബിഗ് മാസീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ഫോട്ടോസ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളിപ്പോൾ ഡ്രോയിങ് ചെയ്തു, ഇതിൽ ഇനി കളർ കൊടുത്തെന്ന് വെച്ചാൽ നന്നായിരിക്കുമോ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ലേ ഒരു ഫോട്ടോ ഡ്രോ ചെയ്ത ശേഷം. ചിലപ്പോൾ ഇത് കളർ കൊടുത്താൽ നന്നായിരിക്കും, ചിലപ്പോൾ നന്നായിരിക്കില്ല. സോ ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് ചുമ്മാ ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് നോക്കുക. എന്നിട്ട് നന്നായിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പേപ്പറിനകത്ത് കളർ ചെയ്ത് നോക്കാം, നന്നായിട്ടില്ലെന്ന് വെച്ചാൽ ഒഴിവാക്കി കളയാലോ. സിമ്പിൾ അല്ലേ? സോ യു നോ ദ റെസ്റ്റ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ ആർട്ട് ലവിങ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഫീൽ ഫ്രീ ടു ഷെയർ ദിസ് വീഡിയോ. അവർക്കെല്ലാം ഷെയർ ചെയ്തിട്ട് just let them have fun. Okay, see you guys in the next video. Bye bye.